വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്നറിയോ, ഇതുപോലൊരു കാർഡ്ബോർഡും പിന്നെ കുറച്ച് ബോട്ടിൽ ക്യാപ്സും. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെയിന്റിംഗ് പാലറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്ലൂ പോലും ഇതിന് ആവശ്യമില്ല എന്നുള്ളതാണ്. ഇത്രയും സാധനങ്ങൾ മാത്രം മതി. പിന്നെ ഒരു കട്ടറോ ബ്ലേഡോ അങ്ങനെ എന്തെങ്കിലും കൂടി വേണം കേട്ടോ. ബോട്ടിൽ ക്യാപ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ സാധാരണ മിനറൽ വാട്ടറിന്റെ മൂടികളുണ്ടല്ലോ, അത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് അതാണ് കേട്ടോ, നമ്മുടെ സാധാരണ മിനറൽ വാട്ടറിന്റെ ക്യാപ്സ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ കാണാം ഒരു സാധനം ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അല്ലാതെ കൊക്കോകോള, പെപ്സി അങ്ങനത്തെ ഒക്കെ മൂടികളുണ്ടല്ലോ, അതിനൊന്നും ഇതേപോലത്തെ സാധനം ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ നമുക്ക് മെഡിസിൻ ബോട്ടിൽസിന്റെ ക്യാപ്സ്, അതിനും ഇതുണ്ടായിരിക്കില്ല. അപ്പം അതിൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് കളറിലൊരു സാധനം ഉണ്ടായിരിക്കും. അതെന്തെങ്കിലും മൊനയുള്ള കമ്പോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടൊന്ന് എടുത്ത് കളയുക. അതിനുശേഷം നമുക്കത് യൂസ് ചെയ്യാം. ഇതൊന്നും അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഫാബ്രിക് പെയിന്റോ അല്ലെങ്കിൽ ആക്രിലിക് പെയിന്റോ ഒക്കെ ഉണ്ടെങ്കിൽ, പെയിന്റ് തീർന്ന കുപ്പികളുണ്ടെങ്കിൽ അതിന്റെ അടപ്പുണ്ടല്ലോ, അതും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ 2-3 കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നാലാണ് നമ്മൾ ഗ്ലൂ യൂസ് ചെയ്യാതെ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം. അപ്പോൾ നമ്മുടെ കാർഡ്ബോർഡിൽ നമ്മൾ ഈ ഒരു ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു പലറ്റിന്റെ ഷേപ്പിൽ ഇത് വരച്ചെടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ബോട്ടിൽ ക്യാപ്സ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. എന്നിട്ടല്ല ഒരു വലിയൊരു ചിപ്പിന്റെ അടപ്പും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് പെയിന്റ് ഒക്കെ മിക്സ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി സ്പേസ് ഉള്ളത് വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എല്ലാതും വരച്ചു കൊടുക്കണം. എല്ലാത്തിനും കറക്റ്റ് അളവിൽ വരയ്ക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് കമത്തി വെച്ചിട്ട് വരയ്ക്കരുത് കേട്ടോ. ഇതേപോലെ തന്നെ വെച്ചിട്ട് നമ്മൾ വരയ്ക്കണം. എന്നാലാണ് കറക്റ്റ് ഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാതും ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ല മൂർച്ചയുള്ള കട്ടറോ ബ്ലേഡോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരിക്കലും നമ്മൾ വരച്ചതിന്റെ പുറത്തേക്ക് കിടക്കരുത് കേട്ടോ നമ്മൾ കട്ട് ചെയ്യണത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ക്യാപ്പ് വെക്കുമ്പോൾ അത് ലൂസായി പോവും. കുറച്ചും കൂടെ ഉള്ളിലേക്ക് കയറിയാലും കുഴപ്പമില്ല. ഒരിക്കലും നമ്മൾ വരച്ചു കൊടുത്തതിന്റെ വട്ടം വരച്ചിട്ടില്ലേ, അതിന്റെ പുറത്തേക്ക് പോകരുത്. അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാം, ഞാനിപ്പോൾ വരച്ചതിന്റെ ജസ്റ്റ് ഉള്ളിൽ കൂടെയാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ക്യാപ്സ് എല്ലാം നമുക്കൊന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, ഞാൻ പറഞ്ഞ പോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എല്ലാ മൂടികളും കറക്റ്റായിട്ട് വെക്കാനായിട്ട് പറ്റും. നല്ല ഫിറ്റ് ആയിട്ട് അവിടെ ഇരിക്കും, അങ്ങോട്ട് ഊരി പോവില്ല കേട്ടോ. ഇനി എങ്ങാനും നമ്മൾ കട്ട് ചെയ്തെടുത്തത് കുറച്ച് വലുപ്പം കൂടി പോയെന്ന് വെച്ചാൽ പേടിക്കൊന്നും വേണ്ട, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഗ്ലൂ എടുത്ത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ആ റൗണ്ട് ഷേപ്പിലൊന്ന് ഗ്ലൂ ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബോട്ടിൽ ക്യാപ്പ് അതിൽ വെച്ച് കൊടുക്കാം. അപ്പം നമുക്ക് ഈ ഫെവി ബോണ്ടോ അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടും അല്ലെ, കടകളിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒട്ടിക്കാവുന്നതാണ്. അതല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ, ഞാനിപ്പോൾ എല്ലാതും പ്ലേസ് ചെയ്ത് കഴിഞ്ഞു, ഒന്നും ഊരി പോകുന്നില്ല, കറക്റ്റായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. കണ്ടില്ലേ? അങ്ങനെ നമ്മുടെ പെയിന്റിംഗ് പാലറ്റ് അവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നിമിഷ നേരം കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തത്. ഗ്ലൂ ഒന്നും ആവശ്യമില്ല, ഇതുപോലെ തന്നെ ഇതോടെ ഇരിക്കും. ഒരു പോകുന്ന പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് ചെയ്താൽ മതി. ഇനി ഒരു പോയാണെങ്കിൽ ജസ്റ്റ് ഗ്ലൂ എടുത്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതിൽ പെയിന്റ് ഒഴിച്ച് നമുക്കൊന്ന് പെയിന്റ് ചെയ്ത് നോക്കാം. ഇനി നമ്മളിത് ക്ലീൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പൊ കാർഡ്ബോർഡിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ, അപ്പോൾ നമ്മൾ ഇത് നേരിട്ട് കൊണ്ടുപോയി കഴുകി കഴിഞ്ഞാൽ കാർഡ്ബോർഡ് നനഞ്ഞാകെ നാശമായി. ഞാനിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിതെല്ലാം ഒട്ടിച്ചിട്ടില്ലല്ലോ, ക്യാപ്സ് ഒന്നും ഒട്ടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ക്യാപ്സ് എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് തുടച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾ പൊട്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താലും മതി. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യൂ കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.